യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചെയർമാന്റെ കസേരയിൽ ഇവൻ കയറി ഇരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ശരി തന്നെയാ. അതിന് അവൻ സോറി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കണം. നിഖിൽ മരുവത്തൂരിലെ പിൻതലമുറയാണ്. അവനുകൂടി അവകാശപ്പെട്ടതാണ് ഈ കമ്പനി. അതിന്റെ ഷെയറിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവകാശത്തിൽ ഇവനെ മാറ്റി നിർത്താൻ ആർക്കും പറ്റില്ല. കാരണം എൻ്റെ മകൻ പുറമേ നിന്ന് വന്ന ഒരാളല്ല. അത് ഓർമ്മ വേണം. നീ വാടാ. ദർശനെ, അതെ, അവരുടെ മനസ്സിലിരിപ്പാണ് അവർ ഈ ചെയ്തത്. ഇത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ദർശന കരുതുന്നുണ്ടോ? എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എനിക്കറിയാം പവിത്രൻ സർ. പക്ഷെ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. ഇപ്പൊ ഈ കമ്പനിയുടെ ചെയർമാന്റെ കസേരയിൽ ഇരിക്കുന്നത് ഞാനാ. നാളെ ചിലപ്പോ ഈ കസേരയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലെന്നും വരാം. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ കമ്പനി അന്തസ്സായിട്ട് തന്നെ നടത്തും. മാഡം, കോഫി. മാഡം, കോഫി. പവിത്രൻ സാറേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കൊള്ളാം. ഇവനൊരു പണി കൊടുക്കാൻ ഇതാണ് ബെസ്റ്റ് ചാൻസ്. ഞാനേ അവിയലിന് പച്ചക്കറി അരിയാൻ തുടങ്ങുമായിരുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. നിഖിലിന് നീ ഒരു ജ്യൂസ് കൊണ്ടുകൊടുക്ക്. എന്ത് ജ്യൂസാ മാഡം? ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ഫ്രിഡ്ജിനകത്ത് മാങ്ങാ ജ്യൂസ് ഇരിപ്പുണ്ട്. അത് മതിയോ? തണുപ്പിത്തിരി കൂടുതലായിരിക്കും. അയ്യോ, അത് മതി. അവനേ തണുത്തത് തന്നെയാ വേണ്ടത്. വേഗം കൊണ്ടുകൊടുക്ക്. അതിനാ കുഞ്ഞ് ജ്യൂസ് ചോദിച്ചില്ലല്ലോ. എന്നോട് ചോദിച്ചു. നിന്റെ കയ്യിൽ കൊടുത്തയക്കാന്ന് ഞാൻ പറയുകയും ചെയ്തു. നീ അതൊന്ന് വേഗം കൊടുത്തിട്ട് വാ. ഇതല്ലേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ചെല്ല്.
ആ വരൂ. ജ്യൂസ്. ജ്യൂസോ? ഞാൻ ജ്യൂസ് ചോദിച്ചില്ലല്ലോ. ആ എന്തായാലും കൊണ്ടുവന്നല്ലേ, അവിടെ വെച്ചേക്ക. അതെ, ഈ മുറിയൊന്നും തൂത്തു വരാറില്ലേ? ഇവിടെ മുഴുവൻ പൊടിയാണല്ലോ. ഞാൻ ചൂലെടുത്തിട്ട് ഇപ്പൊ വരാം. ആരോ വാതിലടച്ചു. മറ. ഏയ്, ആരാ കഥ കടച്ചേ? തുറക്കാൻ. കളിക്കരുത്, കഥ തുറക്കാനാ പറഞ്ഞേ. സാറേ, കഥ ആരോ അടച്ചോന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. തുറക്ക് സാറേ. നിങ്ങളൊന്നും മിണ്ടായിരിക്ക. കഥ തുറക്കാനാ പറഞ്ഞേ. ചേച്ചി, രഞ്ജിനി, എല്ലാവരും ഒന്ന് ഓടി വാ. അയ്യോ, കവിയേട്ടാ, ഗീതമ്മ ചേച്ചി, എല്ലാവരും ഒന്ന് പെട്ടെന്ന് വാ. ഇവിടെ കിടക്ക്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വന്ന് കാണ്. ചേച്ചി ഒന്ന് ഓടി വാ. ഗീതമ്മ ചേച്ചി, രഞ്ജിനി. എന്താ 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 എന്തിനാ കിടന്ന് നിലവിളിച്ചേ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം നിന്റെ മോൻ തന്നെയാ. മോനോ? അവനെ ഈ വീട്ടിലെ ജോലിക്കാരിയെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി കഥ കടച്ചു. അനാവശ്യം പറയരുത്. അയ്യോ, അനാവശ്യോ? നിഖിൽ അവളെ വിളിച്ചു കേട്ടുന്നത് നീ കണ്ടോ? പിന്നെ കാണാതെ ഞാൻ പറയൂ? എല്ലാവർക്കും എല്ലാം ഇപ്പൊ തെളിയിച്ചു തരാം. ചേച്ചിയും കൂടി വന്നോട്ടെ. എന്താ എന്താ പ്രശ്നം? ചേച്ചി, ഇവളുടെ മകനില്ലേ ആ അലവലാതി, അവൻ ജോലിക്കാരിയെ മുറിക്കകത്ത് കയറ്റി കഥ കടച്ചു. നീ കണ്ടോ? ആ, ഞാൻ കണ്ടു. അത് കണ്ടോണ്ടല്ലേ ഞാൻ പുറത്തുനിന്ന് പൂട്ടിയത്. എന്നാ വാതില് തുറക്ക. ആ